ഹായ് ഗൈസ്, ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 84ന്റെ റിയാക്ഷൻ ആണ്. റിയാക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കമന്റ്സ് വായിക്കാം. ഞാൻ കുളി കഴിഞ്ഞ ജെട്ടിയിൽ നിന്നാണ് ഈ വീഡിയോ കാണുന്നത്. അയ്യോ, മറൈൻ ഡ്രൈവിലെ ബോട്ട് ജെട്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അന്ന് ഞാൻ അവിടുത്തെ കായല്ല കുളിക്കുന്നത്. ചേട്ടന്റെ ലുക്ക് കൂടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്, കൂടുന്നുണ്ട്. ബ്രോ കുറച്ചുകൂടി നേരത്തെ വീഡിയോ ചെയ്യാമോ? ഇത് 1 ഡേ ഫുൾ ലേറ്റ് ആയ പോലെ. എടാ, ഞാൻ ഇപ്പൊ ഷൂട്ട് ചെയ്ത സമയം നോക്കി നീ 12:39. ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് വരുമ്പോ സമയമാവണ്ട. എന്റെ കുഴപ്പമല്ല. എന്റെ മോനെ, നിന്റെ ചിരി കാണാൻ വെയിറ്റിംഗ് ആയിരുന്നു. നിന്റെ ചിരി ശരിക്കും എനിക്ക് വയ്യ. ചേട്ടാ, ഞാൻ ചേട്ടന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്നാ വീഡിയോ കാണുന്നത്. ഇവിടെ നിന്നാ പോടാ. അപ്പൊ നമുക്ക് ഒരുപാട് പേര് ലോകത്തിന്റെ പല പല ഭാഗങ്ങളിൽ നിന്നും കമന്റ് ഇട്ടിട്ടുണ്ട്. ജർമ്മനിയിൽ നിന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്, UK നിന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്, സ്വിറ്റ്സർലാൻഡിൽ നിന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്, ജപ്പാനിൽ നിന്നുണ്ട്, സ്കോട്ട്ലാൻഡിൽ നിന്നുണ്ട്, അന്റാർട്ടിക്കയിൽ നിന്നുണ്ട്, ജൂപ്പിറ്ററിൽ നിന്നുണ്ട്, മാഴ്സിൽ നിന്നുണ്ട്, അവിടെ നിന്നുണ്ട്, ചന്ദ്രനിൽ നിന്നുണ്ട്, സൂര്യനിൽ നിന്ന് വരെ കമന്റ് ഇട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും ആ പല പല സ്ഥലത്ത് നിന്ന് കമന്റ് ഇട്ടവരുടെ കമന്റ്സ് ഞാൻ ഇവിടെ കൊടുക്കാം. ഞാൻ ഇത് കണ്ട് രസിച്ചിരിക്കുകയായിരുന്നു. ഇത് കൊള്ളാലോ. ഞാൻ സബ്സ്ക്രൈബും ബെല്ലും അടിച്ചിട്ടുണ്ട്. സുലൈമാനെ കണ്ട് എല്ലാവരും പഠിക്കണം, കേട്ടല്ലോ. ബ്രോ, ആരൊക്കെ ടോപ്പ് 5 എത്തുമെന്നാണ് ആഗ്രഹം? എനിക്കങ്ങനെ ആഗ്രഹമൊന്നുമില്ല, പക്ഷെ ടോപ്പ് 5 ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാം. ജിൻഡോ, ജാസ്മിൻ, അർജുൻ, അഭിഷേക്, സായി അല്ലെങ്കിൽ ശ്രീതു. ഇതായിരിക്കും ടോപ്പ് 5. ടോപ്പ് 6 ആവാനാ ചാൻസ്. എന്നിട്ട് ഒരാളെ മിഡ് വീക്ക് വിഷണി കൂടെ കളഞ്ഞ് അങ്ങനെയായിരിക്കും പോവാ. എന്തായാലും കത്തിരുന്ന് കാണാം. സംസാരിച്ചധികം സമയം കളയുന്നില്ല. നിങ്ങൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വെറുതെ ഇരിക്കില്ല. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്തല്ലോ ഉറപ്പല്ലേ? സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വ്യത്യസ്തമായ കമന്റുകൾ കമന്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വായിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് പോവാം. വെൽക്കം. ഇന്നെങ്കിലും ആ ഓഡിയൻസ് ഒന്ന് കറക്റ്റ് കൈയടിക്കോടെ. എവിടെ ലാലേട്ടൻ തന്നെ അടിച്ചു. എടംപല്ല് മഞ്ഞ. അത് പച്ചയല്ലേ? അത് പച്ചയാണെങ്കിലും മഞ്ഞ മതി. നല്ല ചിരി. ബിഗ് ബോസ് വീടിനകത്തെ കാര്യങ്ങളും. ഈ ബിഗ് ബോസ് സമ്മതിക്കൂല. ഓരോ നിമിഷവും പ്രവചനാതീതമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് പ്രവചനാതീതമായതുപോലെ ബിഗ് ബോസും പ്രവചനാതീതമാണെന്നാണ് ലാലേട്ടൻ പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഒക്കെ അറിയാട്ടാ, ഒരു പ്രവചനാതീതം ഇല്ല. സൂപ്പർ സൂട്ട്. ഏതാ സൂട്ട്? ഈ സ്യൂട്ട് മറ്റേ അല്ലർജിന്റെ കോപ്പിയാ, എനിക്കറിയാം. സ്യൂട്ടൊക്കെ അവിടെ നിക്കട്ടെ. 10ാമത്തെ ആളോടെ ജാസ്മിനോട്. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്ന, ജിൻഡോ പുതിയ ആളായില്ല? പുതിയ ആളായി മാറിയല്ലോ. ജിൻഡോ, ഞാൻ പറഞ്ഞില്ല ലാലേട്ടാ, കണ്ണട വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല പവറാ. നോറ ഇപ്പോഴാണ് മനസ്സിലായതല്ലേ? നോറേനക്ക് ഇപ്പോഴാണ് മനസ്സിലാവണമെന്ന് മനസ്സിലായി. ഇന്നലത്തെ ഡയലോഗ് കൊള്ളാം. നന്ദന, എങ്ങനെയുണ്ട് ഹെൽത്ത്? ഓക്കെ? നന്ദനയ്ക്ക് അതിനെന്ത് പറ്റി? ഷായിക്കോ? ഇരിക്കോ. ഞാൻ ഡബിൾ ഓക്കെ. ഡബിൾ ഓക്കെ? ഡബിൾ അല്ല, കൂടുതൽ ഓക്കെയാണ്. ഭയങ്കര ഓക്കെയാ. ജാസ്മിൻ എങ്ങനെയുണ്ട് ഹെൽത്ത്? ജാസ്മിൻ എങ്ങനെയുണ്ട്? അല്ല, അതിന് ജാസ്മിൻ അവിടെ. ഓക്കെ. ഇവളീ ബാത്റൂമിൽ എന്തെടുക്കാ? മേക്കപ്പ് ചെയ്യാ? ഓ, ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരും. എനിക്ക് മനസ്സിലായി. ജാസ്മിൻ ഓടി വരാം. അയ്യോ, എന്റെ മൈക്ക് എവിടെ? മൈക്ക് വെച്ചത് ദൈവമേ, മൈക്ക് മറന്നില്ലെന്ന് ലാലേട്ടന്റെ എന്നുള്ള ചീത്തയൊക്കെ ഞാൻ കേൾക്കും. എങ്ങനെയുണ്ട് ജാസ്മിൻ? ഹൗ ആർ യു? ജാസ്മിൻ കിടന്ന് നട്ടം തിരിയുന്നത് നമ്മളെ കാണിച്ചില്ല, ഒരു സ്കിപ്പ് ചെയ്തു. പിന്നെ ജാസ്മിൻ ഇരിക്കുന്നതാണ് കാണിച്ചത്. ഓക്കെ ആണോ? ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നത്, ജാസ്മിൻ ഓക്കെ ആണോ? കുഴപ്പമില്ല ലാലേട്ടാ. ഇതൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് കളിക്കാൻ പോകുന്നത് ജാസ്മിൻ. അതെന്താ ജാസ്മിനെ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് നീ കിട്ടില്ല എന്ന് പറഞ്ഞ് മത്സരിച്ച? ടിക്കറ്റ് ഫിനാലെ എന്റെ കയ്യിൽ നിന്ന് പോയി ലാലേട്ടാ. അല്ലെ, കിട്ടും പറഞ്ഞ് മത്സരിച്ച് ഇപ്പൊ കൊറേ കിട്ടിയേനെ. നിക്കുന്നില്ല. ബാലൻസ് ഇല്ലേ? ബാലൻസ് ഇല്ല. അച്ചടാ, ബാലൻസ് ഇല്ലേ? ഇവിടെ വന്നിട്ട് പോയതാണോ അതോ ഓൾറെഡി പോയി കിടക്കുകയാണോ ബാലൻസ്? ഇവിടെ വന്ന ആരുടെയാണെങ്കിലും ബാലൻസ് പോവും. ലാലേട്ടന്റെ വരെ ബാലൻസ് പോയില്ലേ? ഇവിടെ വന്നിട്ട് എനിക്ക് ഇത്രയും ബാലൻസ് ഇല്ലെന്ന് ഞാൻ അറിഞ്ഞു. ഓക്കെ. ശ്രീതു എങ്ങനെയുണ്ടായിരുന്നു? ശ്രീതു സർ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നെ ഇഷ്ടപ്പെട്ടാ? അതിന് നിങ്ങൾ ബ്രേക്കപ്പ് ആയില്ലേ? എന്താ ബ്രേക്കപ്പ് ആയവർക്ക് പിന്നെ പാച്ചപ്പ് ആവാനൊന്നും പറ്റൂലേ? റൗണ്ട് മാത്രമാണ്. ഇന്ന് ശ്രീതുവിനെ കാണാൻ നല്ല ഭംഗി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഡ്രസ് നല്ല മാച്ച്. വായ നോക്കിയിരിക്കണ്ട്, ബാക്കി കാണോ? കാണാ, ബാക്കി കാണിക്ക്. ടങ് ട്വിസ്റ്ററിൽ മാത്രം ഞാൻ ജയിച്ചു. അതെ. അതാ, ഒരിക്കലും ആരും പ്രതീക്ഷിച്ചില്ല ശ്രീതു അതിൽ ജയിക്കുന്നു. മലയാളം തന്നെ പറയാൻ അറിയില്ല, അപ്പോഴാണ് മലയാളത്തിലെ ടങ് ട്വിസ്റ്റർ പറഞ്ഞതിൽ ജയിച്ചത്. കൊള്ളാം. ടിക്കറ്റ് ടു ഹെൽ ആയിരുന്നോ? ലാലേട്ടൻ ചോദിക്കുന്നത്, അർജുനെ ടിക്കറ്റ് ടു ഹെൽ ആയിരുന്നോ? ശാരീരിക ബുദ്ധിമുട്ടുകൾ, മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. നീ നന്നായി കളിച്ചുടാ. മറ്റുള്ളവർ ഒത്തു കളിച്ചില്ലായിരുന്നെങ്കിൽ നിനക്കായിരുന്നു അത് കിട്ടണ്ടേ. മാക്സിമം ഞാൻ കോൺഫിഡന്റ് ആണ്. എന്റെ മാക്സിമം ഞാൻ കൊടുത്തിട്ടുണ്ട്. മാക്സിമം കൊടുത്താ നോറ പറ. അടിപൊളിയായിരുന്നു. എന്നിട്ട് നന്നായി ചെയ്തു. ജയിച്ചത് കാലിങ്ങനെ വെക്കുന്നതില്. കാല് വെക്കാൻ നീ അല്ലെങ്കിൽ നല്ല മിടിക്കുക.
ഏതിനെങ്കിലും ജയിച്ചോ? ലാസ്റ്റ് ജയിച്ചില്ല. ജയിച്ചില്ല അല്ലേ? ഞാനത് 50-50 തന്നെ ചെയ്യണം. ഞാൻ ബോഡി ഇടണം, മൈൻഡും ഇടണം. നീയാ മൈൻഡും ബോഡിയും 50-50 കൊടുത്തു ഇതിനാ സായി വെറുതെ തള്ളണേ? മൈൻഡ് 75% 25 ബോഡി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നേ. എടാ പൊട്ടിച്ചോടാ, എടാ നീ ഫസ്റ്റ് എടുത്തോടാ, എനിക്ക് എന്തായാലും കുഴപ്പമില്ലടാ എന്ന് പറഞ്ഞ ആളാ ഞാൻ. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ ചെയ്തു. സായി വിട്ടുകൊടുത്തോന്നല്ല, ഗെയിം കളിച്ചോന്നല്ല ലാലേട്ടൻ ചോദിച്ചേ. എന്തായിരുന്നു ഒരു കൺഫ്യൂഷൻ? ലാലേട്ടൻ ചോദിച്ചു എന്താ ജിൻഡോ കൺഫ്യൂഷൻ ആയോ? ജിൻഡോ ഞാൻ മൊയലിനെ പോലെ പ്രവർത്തിച്ചു, മാക്സിമം എടുക്കാൻ നോക്കി. അത് ലാലേട്ടാ ഞാൻ മൊയലായി, ഇവരെ കാമയായി, അതുകൊണ്ട് അവര് ജയിച്ചു, ഞാൻ തോറ്റി. ജാസ്മിൻ എന്തായിരുന്നു കൺഫ്യൂഷൻ? പിന്നെ മറ്റേ കൊച്ചു അല്ല. അപ്പൊ ശ്രീതു പോട്ടെ, ഈ കൊച്ചു മതി. വിചാരിച്ചത് മാക്സിമം മുയലിനെ എടുക്കണോന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. ജാസ്മിൻ എല്ലാം അറിയാം. സത്യത്തിൽ ആ ഗെയിം ആർക്കും മനസ്സിലായില്ല. ലാലേട്ടൻ ഒരു ലെക്കിലങ്ങനെ ജയിച്ചു പോന്നതാ സത്യം, അത് പോയിന്റ്. അല്ല, ആദ്യത്തെ ടാസ്ക് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. തേങ്ങ മനസ്സിലായി. ഋഷിക്ക് 6 മൊയലിനെ കൊടുത്ത് അവിടെ നിർത്തിയതല്ലേ നീ? എല്ലാം മനസ്സിലായി. അത് ഞാൻ മനസ്സിലാക്കി കളിച്ച ആദ്യം ആമയെ പോലെ പോവാ, ലാസ്റ്റ് നമുക്ക് ഓടി. എന്തൊക്കെ തള്ളു കേൾക്കണം എന്റെ പൊന്നിലാലേട്ടാ. എന്തോ ഭാഗ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ട് ജയിച്ച്. അതിനാണ് ഞാൻ പ്ലാൻ ചെയ്ത് കളിച്ചതാ. നമ്മൾ ഇങ്ങനെ അപ്പൊ ഗെയിം മനസ്സിലാത്തവർ വന്നെടുക്കും. അതായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. അത് കറക്റ്റ്. നീ ജയിച്ചത് നീ കളിച്ചോണ്ട് മാത്രമാ. ശരിയാടാ മോനെ. സായി എത്ര എണ്ണം തന്നു? 2-2-2. ശരി. സായി നന്മമരം ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് കൊണ്ട് ചില കളികളിൽ നിനക്കത് ഗുണകരമായെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് നിന്റെ ഔദാര്യം അത്ര ആവശ്യമില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ വേണ്ട. അങ്ങനെയാണോ? ശരി. എല്ലാവർക്കും ഇതേ അഭിപ്രായമാണോ? അപ്പൊ ഋഷി പറഞ്ഞു തരുന്ന ലാലേട്ടൻ ചോദിച്ച എല്ലാവർക്കും ഈ അഭിപ്രായമാണോ? ജാസ്മിൻ അല്ല ലാലേട്ടൻ, എനിക്ക് വേറെ അഭിപ്രായം. അല്ല, എന്താണ് ജാസ്മിൻ? ഋഷി അല്ല ലാലേട്ടൻ, എന്നോട് ഇരിക്കാനും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു തീർന്നില്ല, ഞാൻ കംപ്ലീറ്റ്. ജാസ്മിൻ പറഞ്ഞു, ഞാൻ ഇരുന്നോളാം. അതെനിക്ക് ഈ കളിയിൽ മാത്രമല്ല, എനിക്ക് പല കളിയിലും തോന്നിയൊരു ജാസ്മിൻ പറ. ഇവരൊരു സാധനം സെറ്റ് ചെയ്ത് ഇവർ അങ്ങനെ കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പോയിന്റ്. എന്നെ നീ തൊടില്ല, നിന്നെ ഞാൻ തൊടില്ല എന്നുള്ളൊരു മട്ടിലൊരു സാധനം ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തു കളിച്ചു, അതല്ലേ സാധനം ചെയ്യുന്നുണ്ട്. ജിൻഡോയ്ക്ക് എന്താ തോന്നി? അങ്ങനെ കളിച്ചോ? ജിൻഡോൻ എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. തീർച്ചയായിട്ടും അവർ ടീമായിട്ട് കളിച്ചത് നമുക്ക് മനസ്സിലാവും. ആണോ? ജിൻഡോ പറഞ്ഞത് ടീമായിട്ടായിട്ട് അവര് കളിച്ചത്. അത് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, കണ്ടിരിക്കുന്നവർക്ക് വരെ മനസ്സിലാവും. എനിക്ക് മനസ്സിലായി. ശരി, എന്താണ് ആ ഗെയിമിൽ നടന്നതെന്ന് കാണണോ? കാണിക്ക് എന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ടാസ്ക് ആ മൊബൈലിന് എടുക്കുന്ന ടാസ്കിലെ ലാസ്റ്റ് സീൻ കാണിച്ചു കൊടുത്തു ലാലേട്ടൻ. അപ്പൊ സായി വിചാരിച്ചു കഴിഞ്ഞ സീസണിൽ അഖിൽമാരെ പൊക്കിയതുപോലെ എന്നോടും പൊക്കും, എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, ഞാനൊരു താരം ആവും. പക്ഷെ ലാലേട്ടൻ ഒന്നും ചോദിച്ചില്ല. എന്താണ് നോറ, വളരെ ഈസി ആയിട്ട് കളിക്കുന്ന പോലെ തോന്നിയോ? നോറ പറ, ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലേ? ആ ഒരു കൺസിഡറേഷനും ഫേവറിസം ചില ആളുകൾക്കിടയിൽ ഉണ്ട്. നോറ ഉണ്ട് ലാലേട്ടാ. നമുക്ക് ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാനുള്ള ഒരു സ്പേസ് കിട്ടിയത്. അത് നോറ പറഞ്ഞത് പോയിന്റ്. ഇൻഡിവിജ്വൽ ടാസ്കിന്റെ ഇടയ്ക്ക് ഗ്രൂപ്പ് കളിയും ഒത്തുകളിയും നന്മമരം കളിയും കാരണം അത് കൊളയി. എന്താണ് ഈ വീഡിയോ കണ്ടിട്ട് തോന്നുന്നത്? അർജുന എന്നിട്ട് പറയാ, സായി വിട്ടുകൊടുക്കേണ്ട ആളാലേട്ടാ. സായി അങ്ങനെ വിട്ടുകൊടുക്കുന്ന ടൈപ്പാണ്. അപ്പം വിട്ടുകൊടുക്കണേന്റെ ആളാന്ന് എനിക്കറിയാം. അത് മനസ്സിലാക്കി കളിക്കാത്തത് കൊണ്ടല്ലേ അവര് വന്നത്. എന്താണ് ജാസ്മിൻ ഈ ഗെയിം കണ്ടിട്ട് തോന്നിയ? ലാലേട്ടൻ ജാസ്മിനോട് ചോദിച്ചു, ജാസ്മിൻ എന്തെങ്കിലും അഭിപ്രായം പറയാനുള്ളത്? അവരുടെ ഇഷ്ടമാണല്ലോ, അതിനകത്തിപ്പോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എന്താ അഭിപ്രായം പറയാനുള്ള ലാലേട്ടാ? അവരുടെ ഇഷ്ടം, അവരുടെ കളി, അവരുടെ കാര്യങ്ങൾ, നമ്മൾ ഇതിലില്ലേ. കയ്യാലപ്പുറത്തെ തേങ്ങ എങ്ങനെ ഉണ്ടായിരുന്നു? ലാലേട്ടൻ ചോദിച്ചു, എത്ര തേങ്ങ കിട്ടി ഇങ്ങനെ ഇട്ടിട്ട്? എത്ര പോയിന്റ് കിട്ടി? ഒന്നും കിട്ടിയില്ല. സ്വാഭാവികം, ഒന്നും കിട്ടാൻ പോലുള്ള. വേറെ 0 കിട്ടിയത് ആരുണ്ട്? ഒരാളും കൂടെ ഉണ്ടല്ലോ. ലാലേട്ടൻ ചോദിച്ചു, വേറെ ആർക്കാ 0 കിട്ടിയേ? നന്ദന. എനിക്ക് ലാലേട്ടൻ പറ്റിയില്ല ആ സമയത്ത് ഒരു വെപ്രളം കാരണം. അത് ലാലേട്ടൻ ബോൾ ബാലൻസിംഗിൽ സായി എങ്ങനെയത്? ഞാൻ ക്രിക്കറ്റ് കളിക്കണുണ്ടല്ലോ ലാലേട്ടാ. ബോൾ ഹോൾഡ് ചെയ്തിട്ട് കുറച്ചധികം ശീലമുണ്ട് എനിക്ക് ക്രിക്കറ്റ് കളിച്ചിട്ട്. ഞാൻ പറഞ്ഞില്ലേ സായി ക്രിക്കറ്റർ ആയതുകൊണ്ടാണ് അവന് കൂടുതൽ നേരം ബാലൻസ് ചെയ്യാൻ പറ്റണേന്ന്. ഞാൻ എന്തായാലും ഈ ടാസ്ക് എടുക്കും. ഞാൻ എന്തായാലും സ്ട്രോങ് ആയിട്ട്. ജിൻഡോ പറഞ്ഞെടുക്കും. ഭീകരം തന്നെ ജിൻഡപ്പൻ. എത്ര പോയിന്റ് കിട്ടി എല്ലാം കൂടെ? 2 ഫസ്റ്റ്. അപ്പൊ ബാക്കി കളിയൊക്കെ എന്താ വിടാതെ നിന്ന് ജയിക്കാന്ന്? അതിനും മൈൻഡിനോട് പറഞ്ഞില്ലേ ജയിക്കണമെന്ന്? നമ്മുടെ നല്ല ഗെയിമാണ്. ലാലേട്ടൻ ചോദിക്കുന്നത്, മോനെ ജിൻഡപ്പാ ഒത്തുകളി ഉണ്ടായിരുന്ന ഗെയിമായിരുന്നു. അതില് കുറച്ച് എന്തോ ഒരു ഒത്തുകളി ഉള്ളത് പോലെ തോന്നിയോ? ജിൻഡോ ഉറപ്പല്ലേ ലാലേട്ടൻ നല്ല ഒത്തുകളിയായിരുന്നു? അത് ഉറപ്പല്ലേ? ആണോ? അത് ആരോട് പറയുന്നു പ്രതീക്ഷിച്ചിരിക്കുന്നു. ലാലേട്ടൻ ചോദിച്ചോണ്ട് ഞാൻ പറയാം, ഫുൾ ഒത്തുകളി. ഞാനത് ലാസ്റ്റ് ആയപ്പോ ഞാൻ കാരണം എനിക്ക് വേണ്ടാന്നുള്ള മൈൻഡിലായിരുന്നു. പിന്നെ കാരണം എനിക്ക് വേണ്ടാന്നുള്ള മൈൻഡിലായിരുന്നു. വീഡിയോ നമുക്ക് ബാക്കി വീഡിയോ ആണ്. നന്ദന ഇവർ രണ്ടുപേരും ഒന്നും ചെയ്യില്ല എന്നുള്ള രീതി ഞാൻ. ഋഷി അവര് ചെയ്യില്ല ലാലേട്ടാ, അതവരുടെ പെങ്ങളൂട്ടിയല്ലേ, പെങ്ങളൂട്ടിക്ക് വിഷമാവില്ലേ ആങ്ങളൂട്ടിമാരങ്ങനെ ചെയ്താ? നന്ദനയ്ക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ടാണോ? അതെ ആണെന്ന്
സിജോ ആണ് ഞങ്ങള് ലാസ്റ്റ് ആയപ്പോ ഞങ്ങള് നന്ദനയ്ക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്തതാണ്. ഞാനല്ല ഗെയിം നന്ദന ഐശ്വരി അവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നുള്ളത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണെങ്കിൽ വല്ല ബാങ്കിലും പോടേ, ഒരു പോയിന്റ് കിട്ടിയിട്ട് ഇപ്പൊ എന്ത് കാര്യമുണ്ട്? നന്ദനയുടെ അടുത്തോട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല ഒന്നും. അത് അവള് കളിച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു വിലയുണ്ട്. ഒത്ത് കളിച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ആ ഒരു സ്റ്റേജ് എത്തിയ സമയത്ത് ലാസ്റ്റ് സ്റ്റേജ് എത്തിയപ്പോൾ അത് ഡെഫിനറ്റ്ലി മൈൻഡിലുണ്ടായിരുന്നു. നന്ദന ബിലൈ ഇപ്പൊ ഞാൻ ആരായി? ആ അർജുന്റെന്നും ജിൻഡോന്റെന്നും അടി കിട്ടി, എന്റെ തണ്ടലും പോയി, ഇപ്പൊ ക്രെഡിറ്റ് മൊത്തം അവർക്കും. കൊള്ളാടാ ബിഗ് ബോസ്. നന്ദനയ്ക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് ആരുടെ ഫസ്റ്റ് വേണ്ടല്ലോ അല്ലേട്ടാ, അതിന് ഫസ്റ്റ് കിട്ടിയില്ലല്ലോ. ഞാൻ എന്റെ എഫേർട്ടാ, അത് ഞാൻ ഉറപ്പ് പറയുന്നത് ഇവരുടെ പോയിന്റ് അല്ല എനിക്ക്. ആ അത് ശരിയാ, നന്ദന നല്ല എഫേർട്ട് കിട്ടു. ആ ലാസ്റ്റ് റൗണ്ടിൽ നല്ല എഫേർട്ടായിരുന്നു. നമുക്ക് കാണാൻ വേണമെങ്കിൽ ഒന്ന് കാണാം എന്തായിരുന്നു എന്നുള്ളത്. ലാലേട്ടൻ എന്നാ നമുക്ക് ഒന്ന് കണ്ടിട്ട് വന്നാലോ? നന്ദന അത് വേണോ ലാലേട്ടാ? അർജുനെയും ജിൻഡോനെയും പുറകോടി നടന്ന് വലിച്ചു കീറിയ നന്ദനയുടെ ഇപ്പോഴത്തെ എഫേർട്ട് കണ്ട സൈഡ് എടുത്ത് എന്താ എഫേർട്ടില്ലേ? ഇതൊക്കെയാണ് എഫേർട്ട്. ഫസ്റ്റ് റൗണ്ടില് അർജുൻ ചേട്ടൻ എന്റെ കുറച്ചേ പൊളിച്ചുള്ളൂ. നന്ദന ഫസ്റ്റ് റൗണ്ടില് അർജുൻ ചേട്ടനെ ഞാൻ അറ്റാക്ക് ചെയ്തു, പിന്നെ ജിൻഡോ. എന്നിട്ട് ഞാൻ അതല്ല ലാസ്റ്റ് റൗണ്ടിലെ കാര്യം ചോദിച്ചത്. ലാലേട്ടൻ എന്റെ പൊന്നു നന്ദന, അതൊക്കെ ഞങ്ങൾ കണ്ടു. നീ ലാസ്റ്റ് റൗണ്ടിനെ പറ്റി പറ, ഫസ്റ്റ് റൗണ്ട് ഒന്നും പറയണ്ട. ലാസ്റ്റ് റൗണ്ടില് നിങ്ങളൊന്നും ചെയ്യാതെ വെറുതെ നിൽക്കുന്നത്. അതിനെയാണ് പച്ച മലയാളത്തിൽ ഞങ്ങൾ ഒത്തുകളി എന്ന് പറയാ. ഇങ്ങനെയാണോ കളിക്കേണ്ടത്? അങ്ങനെയല്ല കളിക്കേണ്ടത് ശരിക്ക്. ഓ അപ്പൊ അങ്ങനെയല്ല കളിക്കണ്ടെന്നൊക്കെ അറിയാം, അറിഞ്ഞിട്ടാണ് അങ്ങനെ കളിച്ചത്. കൊള്ളാടാ. ജാസ്മിനും ഷിജോയാണ്. അതിനിപ്പോ ലാലേട്ടൻ ടാസ്ക് കൊടുത്തു, വേറൊന്നുമല്ല, ഈ ടിക്കറ്റ് ഫിനാലയുടെ ഒരു ന്യൂസ് അവതരിപ്പിക്കുക, അത് ഫണ്ണായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവതരിപ്പിക്കാൻ പറഞ്ഞിട്ട് ലാലേട്ടൻ പോയി. ഫണ്ണായിട്ട് ഇവിടെ ചെയ്യാം. അപ്പൊ പിന്നെ ലാലേട്ടൻ വന്നപ്പോൾ നമ്മളോട് പറഞ്ഞു എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, അപ്പൊ അതിലേക്ക് നമ്മൾ കിടക്കാം. നോക്കിയപ്പോ എല്ലാവരും ഓരോ ചാർട്ട് പേപ്പറും പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. എന്താ നോക്കി കഴിഞ്ഞപ്പോ ബിഗ് ബോസിൽ ഇവർ ഇതുവരെ വന്ന ആ ഒരു ജേണി ഒരു ചാർട്ട് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ഷോറൂമിലേക്ക് പോ, ഒരു ബോർഡ് ഉണ്ടാവും. പൊന്ന് ബിഗ് ബോസ്, നിങ്ങൾക്ക് ഈ ടാസ്കിൽ നടന്ന എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട് അതൊന്നുമില്ല, ഒന്നും വേണ്ട. ബിഗ് ബോസ് ജേണി പറ മുത്തുകളെ, മുത്തുമണികളെ. ഇന്നത്തെ എപ്പിസോഡ് നോക്കിക്കോ, ഇത് മാത്രം ഉണ്ടാവും. ശരി, ജാസ്മിൻ തന്നെ തുടങ്ങിക്കോളൂ. അപ്പൊ ഓരോരുത്തർ അവരുടേതായിട്ടുള്ള ഓരോ ഗ്രാഫുകളൊക്കെ വരച്ച് ഫ്രണ്ടിൽ ഒരു ബോർഡിൽ കൊണ്ടുവന്ന് തൂക്കും, എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ആദ്യം വന്നത് നമ്മുടെ ജാസ്മിൻ ആണ്. ജാസ്മിൻ പറ. ചെറുതായിട്ട് കലിപ്പായിരുന്നു, അപ്പൊ ഞാൻ ലാലേട്ടൻ കലിപ്പെന്നും പറഞ്ഞെഴുതി. ജാസ്മിൻ, ലാലേട്ടാ ഈ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞിട്ട് സെക്കൻഡ് വീക്കില് ലാലേട്ടൻ എന്നെ എന്തോ കാര്യത്തിന് ചീത്ത പറഞ്ഞായിരുന്നു. എന്തോ കാര്യത്തിനല്ല, കാര്യങ്ങളൊക്കെ അറിയാം. ലാലേട്ടൻ എന്തോ കാര്യത്തിനാ. ജാസ്മിൻ എന്താ കാര്യത്തിന്? എന്തോ കാര്യത്തിന്. എന്താ കാര്യത്തിന്? എന്താ കാര്യത്തിനൊന്നും അല്ല, എന്ത് കാര്യത്തിനാന്നൊക്കെ നിനക്ക് അറിയാം. കാര്യങ്ങളൊക്കെ അറിയാം, ഒരു കാര്യം ഉണ്ടായിട്ടല്ലേ. വെറുതെ ഒന്നും ഞാൻ ചീത്ത പറയില്ല, എന്തെങ്കിലും ആവശ്യമുള്ള കാര്യത്തിന് തന്നെയായിരിക്കും ഞാൻ അങ്ങനെ പറഞ്ഞത്. കാര്യമുള്ള കാര്യത്തിനാ കലിപ്പായത്, കാര്യമില്ലാത്തതിനൊന്നുമല്ല. എന്തോ ജാസ്മിൻ ആവശ്യമുള്ള കാര്യത്തിന് തന്നെ സത്യമായിട്ട് ചീഞ്ഞ്. പിന്നെ ചായ കേസ് എനിക്ക് അപ്പോഴാണെന്ന് തോന്നുന്നു. പോട്ടെ ജാസ്മിനെ, ചമ്മി ബാക്കി പറ. വീക്ക് 3 എത്തിയപ്പോഴും ഡൗണിൽ നിന്ന് കുറച്ച് കയറി. അല്ല ജാസ്മിനെ, ഗബ്രി ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും നീ ഡൗൺ ആയിരുന്നോ എന്ന് പറഞ്ഞു? ഞാൻ ഭയങ്കര സൂപ്പർ ഫിനാലെ വന്നു. ഇപ്പോഴും എന്റെ മൈൻഡ് സെറ്റിന് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെ തന്നെയാണ്. ഇപ്പൊ എന്റെ ലാസ്റ്റ് ജാസ്മിൻ പറയാ, ഗ്രാഫ് ഇവിടെ നിൽക്കുന്നു, ഇത് മുകളിലോട്ട് പോകണം എന്നാണ് എന്റെ ആഗ്രഹം. ഇതിങ്ങനെ മുകളിലേക്ക് പോട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹം പോലെ സാധിക്കട്ടെ. എന്നാലും ലാലേട്ടൻ ഈ ആശംസിച്ചത് ഇത്രയും പെട്ടെന്ന് സാധിക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. മുകളിലോട്ട് തന്നെ പോകണം. ഓക്കെ, ഗുഡ്. താങ്ക് യു. മുകളിലേക്ക് പോകണം എന്നാണ് ആഗ്രഹം എന്നൊക്കെ. മുകളിലേക്ക് തന്നെയാ, മുകളിൽ തന്നെയാ, ഇറങ്ങിയിട്ടില്ല. ഞാൻ ഈ വീട്ടില് കേറി വരുന്ന സമയത്ത് നോറയുടെ പാപ്പ പറഞ്ഞത് സത്യമായിട്ട്. നോറ പഠിപ്പിച്ചെന്നെ, നോറയുടെ ഗ്രാഫ് നോക്ക്. ഇഷ്ടമായിരുന്നത് ആരേച്ചാൽ സുരേഷ് ഏട്ടന് ഭയങ്കര കാര്യമായിരുന്നു. ഓ, സുരേഷ് ഏട്ടൻ ഇല്ലെങ്കിൽ അപ്പൊ നീ ഇവിടെ ഇല്ലേ? ഇവരൊക്കെ എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാം. ഒരാള് പോയി കഴിഞ്ഞാൽ ഡൗൺ ആവാ, ഒരാള് പോയില്ലെങ്കിൽ ഡൗൺ ആവാ, ഒരാള് വന്നാ അപ്പാവാ. എന്തുവാടേ ഇത്? ഒറ്റയ്ക്ക് കളിക്കാനല്ലേ പോയേ? ഇനി ഞാൻ ഇവിടെ എന്താ ചെയ്യാ എന്നൊരു ക്വസ്റ്റ്യനിൽ ഞാൻ സത്യത്തിൽ അതിൽ വന്നവരുടെ എല്ലാവരുടെയും ഗ്രാഫ് ഇപ്പൊ താഴേക്കാ. പക്ഷെ എല്ലാവരും എന്തോ സാധനം മുകളിലേക്ക് വിട്ടതുപോലെ ആകാശത്തേക്ക് വരച്ചു വെച്ചിട്ടുണ്ട്. മുകളിലേക്കാ വന്നത്. ആ പോയതില് നോറെ, നിന്റെ ഗ്രാഫ് താഴേക്കാട്ടാ, പേടിക്കണ്ട. റസ്മിനും കൂടി അതില് ഒരു പങ്കുണ്ട്. രശ്മിനുള്ളപ്പോ നിനക്ക് സപ്പോർട്ടായിരുന്നു, അപ്പൊ നീ എയറിലായിരുന്നു. ജിൻഡോ കണ്ണാടിയൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് ഗ്രാഫ് വരച്ചിരിക്കല്ലേ, കാണട്ടെ. അങ്ങനെ നോറയുടെയും കഴിഞ്ഞു. ഇനി നമ്മുടെ ജിൻഡപ്പൻ കണ്ണാടിയൊക്കെ വെച്ച് വരച്ച് എന്തോ സെറ്റപ്പ് ആക്കി കൊണ്ടുവന്ന ഒരു ഗ്രാഫാണ്. ജിൻഡ പറ. എന്റെ മനസ്സാണിത്. അമ്മയെന്ന് വിളിച്ച ഞാൻ ഇതിനകത്ത് കയറാറുള്ളൂ. ജിൻഡോന്റെ ഗ്രാഫ് എന്തുവാടേ അത്? ഒരാളാണ്, അപ്പൊ അമ്മയ്ക്ക് എപ്പോഴും ഈ അടിയൊക്കെ ഒച്ചപ്പാട്. ഇപ്പൊ ജിൻഡോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോന്റെ അമ്മ ബിഗ് ബോസിന്റെ വലിയ ഫാൻ ആയിരുന്നു. അപ്പൊ ജിൻഡോന്റെ അമ്മ ഇവിടേക്ക് വന്നപ്പോ ജിൻഡോനോട് ആദ്യം പറഞ്ഞത്, മോനെ വഴക്കിടാനൊന്നും പോവല്ലേ മോനെ,
ധ്യാനത്തിനുള്ള പറഞ്ഞിട്ടാണ്. ഇങ്ങനെ മോനെ അവിടെ ചെന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, അടിയൊന്നും ഉണ്ടാക്കരുത്. ആ അമ്മച്ചി അങ്ങനെയൊന്നും പറയില്ല. ആ അമ്മച്ചി നാളൊന്നും പറഞ്ഞത് മോനെ ഒറ്റയ്ക്ക് കളിക്കുന്നത് സൂപ്പർ എന്ന് വെറുതെ പറയാ ഏജിന്റപ്പൻ. ഞാൻ വന്ന് 2 ദിവസം തന്നെ വന്ന് മര്യാദയ്ക്ക് ഇരുന്ന്. അപ്പൊ ഞാൻ അതുകൊണ്ട് ലാലേട്ട ഞാൻ ആദ്യത്തെ 1-2 ദിവസം മിണ്ടാതിരുന്നപ്പോ എല്ലാരും കൂടി എന്നെ ടാർഗറ്റ് ചെയ്യണ്. ഞാനപ്പോ ചായയുടെ കാര്യം പറഞ്ഞ അടിയാക്കി. പിന്നെ അല്ല, ഒരു ചായമേ കയറി പിടിച്ച് ഞാൻ ആദ്യം തന്നെ ആരെ ചായ ഉണ്ടാക്കി. അതായിരുന്നു ബിഗ് ബോസ് ഹൗസിലെ ആദ്യത്തെ മണ്ടത്തരം. എന്റെ മോനെ, എന്റെ പൊന്ന് ജിൻഡോ. സെക്കൻഡ് വീക്ക് ആയപ്പോഴേക്കും ഒരിക്കലും ഡാൻസ്. ചേച്ചി എന്ത് ഇത്രയും ചിരിക്കണേ? അതിന് ആരോടെ തമാശ പറഞ്ഞ്? വീക്ക് ആയപ്പോഴേക്കും ഒരിക്കലും ചേച്ചി ചിരിച്ചല്ല, ഞാനും ചിരിച്ചേക്കാം. നാട്യമയൂരം ചിന്താന്നുള്ള സാധനം കിട്ടി. അപ്പൊ തന്നെ എന്റെ മനസ്സൊക്കെ. ജിൻഡപ്പ ബിഗ് ബോസിൽ വന്ന അനുഭവ കഥ പറയാനല്ല, ആ ഗ്രാഫ് നോക്കിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാ പറഞ്ഞ്. ദണ്ട് എന്ന് പറഞ്ഞ സാധനം ഫസ്റ്റ് കിട്ടുന്നത് എന്റെ കയ്യിലാണ്. ജിൻഡോ ബി ലൈക്ക് ഗ്രാഫ് അവിടെ കിടക്കട്ടെ, ഞാൻ എന്റെ കഥ അങ്ങോട്ട് പറയാം. അടുത്ത വീക്കും പവർറൂമിനെ ലാലേട്ടൻ ശിവന്മാര് ഇതെന്താ പറയണേന്ന് ഒന്നും മനസ്സിലാവണില്ലല്ലോ. എല്ലാ തവണ ഈ സ്ക്രിപ്റ്റ് വെച്ച് പഠിച്ച് കേൾപ്പിക്കുന്നത് കൊണ്ടേ ഇവര് പറയണ ഒരു മൊമെന്റ്സും എനിക്ക് ഓർമ്മയില്ല. എല്ലാം അറിയണ പോലെ കേട്ട് നിൽക്കാനാണ് ഷോ ഡയറക്ടർ പറഞ്ഞാണ്. ഞാനും അങ്ങനെ തന്നെ ചെയ്യാം. കൊള്ളാം. അഭിഷേക് സർ ഭയങ്കര ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഇതൊക്കെ ആരാണ് പറയണത് നിങ്ങളോട്? ഇത് പൊന്തി നിൽക്കാണെന്ന്. ഡൗൺഫോൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തും ഞാൻ എന്റെ വന്ന സ്റ്റാൻഡിലെ എന്റെ പൊന്നഭിഷേകെ, നിന്റെ ഗ്രാഫ് എങ്ങനെയാണെന്നറിയോ? വന്നപ്പോ തൊട്ട് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഇപ്പൊ ഈ ടിക്കറ്റ് ഫിനാലയുടെ വീക്കിൽ 1-2 ഗെയിം ജയിച്ചത് കൊണ്ട് ഒന്ന് ഇത്തിരി പൊന്തിട്ടുണ്ട്. ബാക്കി സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. കുറെ പ്ലാൻസ് ഉണ്ടായിരുന്നു, സ്ട്രാറ്റജീസ് ഉണ്ടായിരുന്നു. ഒരു മാറ്റം ഇല്ലല്ലോ. ഹെൽത്ത് ഇഷ്യൂവിനെ പോലും ഒരു ഗെയിമായിട്ട് എടുത്ത് അതിനെതിരെ പ്രയോഗിക്കാൻ ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ എന്റെ ക്യാരക്ടർ ആരാണത് പറഞ്ഞാൽ അതിന് എന്നെ ചൊറിയാൻ വന്ന മാന്തി കൊടുക്കാം. എവിടെ മാന്തിയെ? ചെയ്തിട്ട് 9 to 10 to 11 പോയി. എന്റെ ഇവ മാന്തണത് ഞാൻ കണ്ടൊന്നുമില്ലല്ലോടേ. ശ്രീതു പറ. കൊഞ്ചം കുട്ടികളുടെ പോലെ ഉണ്ടല്ലോ. ശ്രീതു പറ. അപ്പൊ ഓഡിയൻസിലെ കൊച്ച്, ഞാൻ ചിലപ്പോ ഓഡിയൻസിലെ കൊച്ചിനെ നോക്കും, ചിലപ്പോ ശ്രീതുവിനെ നോക്കും. നിനക്കെന്താ? ശ്രീതു പറ. ശ്രീതു കുട്ടിയായിട്ടുണ്ട്. സ്റ്റാർട്ടിങ് കുട്ടികളാ? എന്ത് കുട്ടികള്? സ്റ്റാർട്ടിങ് ഈശയൊക്കെ ഉണ്ടോ? അപ്പൊ ശ്രീതുവിന്റെ ഗ്രാഫ് ഇങ്ങനെയൊക്കെ വരച്ചിട്ട് കുറെ ഇമോജീസും കുറെ ലവ് ചിഹ്നവും കുറെ സാധനമൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു, ആ മീശയൊക്കെ ഉണ്ടല്ലോ, സൂപ്പർ സൂപ്പർ അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട്. അത് കണ്ണാണ്, മീശയല്ല ലാലേട്ടാ. ശ്രീതു ലാലേട്ടാ അത് ഞാൻ കണ്ണ വരച്ചേ. ഓക്കെ ഫസ്റ്റ് ഞാൻ ലാലേട്ടൻ കണ്ണ് പറഞ്ഞപ്പോ മനസ്സിലായി മോളെ, പറഞ്ഞ നന്നായി. ഇരിക്കണം. ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു സ്റ്റാർട്ടിങ്ങിലും. എനിക്കറിയാൻ പാടുള്ളത് ഇതൊക്കെ നമ്മൾ കണ്ടതല്ലടേ കഴിഞ്ഞ 80 ദിവസം. എന്നിട്ട് പിന്നെ ഇത് കണ്ടിട്ട് വെറുപ്പിക്കണോ? ലൈക്ക് നീ കത്തുന്നില്ല നീ കത്തിയിട്ടില്ല. എന്നാ കാട്ടുതീടേന്ന് ഇത്തിരി തീ വാങ്ങ്, എന്നിട്ട് കത്തിക്ക്. എനിക്ക് അവളോ പെരിയ വിഷയമായിട്ട് എനിക്ക് ആരും എന്നെ എതിർത്ത്. എന്നാലും എന്ത് രസമാണല്ലോ ഈ ശ്രീത് മലയാളം കളർന്ന തമിഴ് പറയുന്നത് കേൾക്കാൻ. കത്തിയിട്ടില്ല സംസാരിച്ചിട്ടില്ല. പോട്ടെന്ന് നല്ല രസമുണ്ട്. ശരണ്യ ചേച്ചി ആദ്യമായിട്ട് എനിക്ക് കണക്ട് ആയിട്ടുണ്ടായിരുന്നു. ശ്രീത് പറഞ്ഞ എനിക്ക് ആദ്യമായിട്ട് ഒരു കണക്ഷൻ കിട്ടിയത് ശരണ്യ ചേച്ചിനോടായിരുന്നു. പിന്നെ വൈൽഡ് കാർഡ് എൻട്രി അർജുൻ. അടുത്ത കണക്ഷൻ എന്റെ പേര് പറയും, എനിക്ക് നാടാവും. പിന്നെ പവർ ടീമിന് വേണ്ടി ഞങ്ങള് പക്ഷെ ഗ്രാഫ് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടും അർജുന്റെ പേരും അർജുന്റെ കണക്ഷനും അർജുനെ പറ്റി പോലും മെൻഷൻ ചെയ്തില്ല. നേരിക്കൊണ്ടിരിക്കുമ്പോൾ റാങ്കിങ് ഒന്ന് വന്നിട്ടായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ശ്രീധുവിന്റെ മനസ്സിൽ ഒന്നുമില്ല. ലാൽ സാർ നമ്മള് അതെനിക്ക് ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി. ബ്രേക്കിന് പോയി തിരിച്ചു വന്ന ലാലേട്ടൻ നിന്ന് കാല് കഴിച്ചുകൊണ്ട് ഒരു കസേരയും കൊണ്ടാ വന്നേ. കുറച്ച് ഇരുന്ന് കേൾക്കാന്ന് വിചാരിച്ചു. ലാലേട്ടൻ ബി ലൈക്ക് മടുത്തു. ഈ ബിഗ് ബോസിന്റെ ഓരോ സ്ക്രിപ്റ്റ് കണ്ട് ഇവിടെ മിണ്ടാതിരുന്നവരുടെ കഥ കേട്ട് എനിക്ക് മടുത്തു. എനിക്കത് അറിയാൻ പാടില്ലാത്ത വീക്കെൻഡ് എപ്പിസോഡ് കൊണ്ടുവന്നിട്ട് ലാലേട്ടൻ ഇങ്ങനെ പോസ്റ്റ് പോലെ നിൽക്കുക, കണ്ടസ്റ്റൻസ് സംസാരിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് അവർക്കൊരു വീക്കിലി ടാസ്ക് ആയിട്ട് അങ്ങോട്ട് കൊടുത്താൽ പോരെ? വീക്ക് എൻഡായ സമയത്ത് സിജോ ആരാണെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. വന്നപ്പോ സിജോ ആരാന്ന് ചോദിച്ചു. ആരാ സിജോ? കൂടി ഹീറോ സിജോ എന്ന് പറഞ്ഞ എനിക്കൊരു ആദ്യത്തെ എന്നിട്ട് ഹീറോ ആയ അതും ഇല്ല, വെറുതെ ഹീറോ എന്നുള്ളൊരു ബോർഡ് കിട്ടിയെന്നും പറഞ്ഞോണ്ട് നടക്കുക. എന്തെങ്കിലും ആവട്ടെ, ബാക്കി പറ. ഇഷ്യൂ ഉണ്ടായത് അമ്പരും പ്രതീക്ഷിക്കാത്തൊരു വലിയൊരു കാര്യമായിട്ട് മാറി. പിന്നെ ഓർമ്മിപ്പിക്കില്ലേ, ഞങ്ങൾക്ക് വരെ ഓർക്കാൻ വയ്യ. റോക്കി ഡിഡിയും എന്റെ പൊന്നോ എന്തൊക്കെയായിരുന്നു. ഊർജ്ജത്തിൽ ഞാനിവിടെ പറഞ്ഞു, ഞാൻ ഇവിടെ കാട്ടുതീയായിട്ട് ആളിപ്പടരും. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ കാട്ടുതീയായില്ലേ, പിന്നെന്താ? വെർബൽ കമ്മ്യൂണിക്കേഷൻ മാക്സിമം കുറയ്ക്കണം, ഫിസിക്കൽ. അതുകൊണ്ടായിരുന്നു കാട്ടുതീ പടർത്താൻ പറ്റാതിരുന്നേ. സായ് ആൻഡ് നന്ദന രണ്ടുപേരെയും
അത് എന്റെ സഹോദരങ്ങളെ കിട്ടി. കാട്ടുതീ ആളിയും കെട്ടു, തിരിയുടെ നാളും ഇല്ല, കുറച്ച് പെങ്ങളൂട്ടിയും ഒരു ആങ്ങളൂട്ടിയും. ഓ എന്ത് വെറുപ്പിക്കലാണ്, എന്ത് തങ്കച്ചി പാസ്സാണ്, എന്ത് ക്രിഞ്ചാടാ സിജോ. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് എന്റെ പഴയ ഊർജ്ജം എനിക്ക് തിരിച്ചു കിട്ടി. സിജോ ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ വന്നപ്പോ നിന്റെ ഗ്രാഫ് ഇവിടെയായിരുന്നു, പിന്നെ നീ ഔട്ടായി പോയി, ഓക്കെ, പിന്നെ നീ റീ എൻട്രി നടത്തിയില്ലേ, അപ്പൊ നിന്റെ ഗ്രാഫ് ഇത് അവിടെയായിരുന്നു, പിന്നെ അതീന്ന് ഇങ്ങനെ താഴേക്ക് വന്നിട്ട് ഇപ്പൊ പിന്നെ താഴേക്കാ, പൊന്തിട്ടില്ല. ഋഷി ഋഷി മോനെ വാ, ഗ്രാഫ് പറ. ഇത് ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു സ്ഥലമല്ല. നീ ഉദ്ദേശിച്ച സ്ഥലമല്ല, പിന്നെ ആരുദ്ദേശിച്ചാണ് മോനെ അന്ന് പറഞ്ഞു നീ? കാരണം ഞാനും അൻസുബയും തമ്മിലുള്ള ബോണ്ട്. എന്റെ പൊന്നു, ഇവരൊക്കെ പുറത്തിറങ്ങിയ മൈൻഡ് ചെയ്യാവൂ. കാരണം ഇതിനു മുമ്പും കുറെ സീസൺ ഉണ്ടായിരുന്നേ, അവരിൽ 1-2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൈൻഡ് ചെയ്യണത് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാന്നേ. അപ്പൊ അതിൽ നിന്ന് ഞാൻ ഒന്നും കൂടി ബെറ്റർ ആക്കി. ബെറ്റർ ആക്കിയാ എപ്പ? ആ സമയത്ത് ഞാൻ പവർ റൂമിലോട്ട് കയറി, എന്റെ ബെസ്റ്റ് ഞാൻ കൊടുത്തു. ഈ സമയത്ത് ക്യാപ്റ്റനും HR എല്ലാരും കൂടി ഞാൻ HR ആക്കി. അത് കഴിഞ്ഞിട്ട് 10 to ആ പ്രാസം എനിക്ക് ഇഷ്ടമായി. ക്യാപ്റ്റനായി, HR ആയി, ഞാൻ അച്ചാറുമായി. ഇമോഷണലി ഭയങ്കര ഡൗൺഫോൾ ആയിരുന്നു. സ്വാഭാവികം. അൻസിബ പോയപ്പോ നീ തളരും, അറിയാം. നമുക്ക് നന്ദനെ അങ്ങോട്ട് കേൾക്കാം. നീ ഇപ്പോ നന്ദന വാ. മനസ്സിലായി. പറയേണ്ട സാധനങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞില്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഓ എല്ലാം മുഖത്ത് നോക്കി പറയും, അവിടെ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു വന്നേ. കഴിഞ്ഞ ആഴ്ചയെ ജാസ്മിനോട് മുഖത്ത് നോക്കി പറയാണ്ട് ബാത്റൂമിൽ പോയിട്ട് സിജോനോട് പറയാനായിട്ട്. സായിച്ചേട്ടൻ എനിക്ക് ഒന്നാമത് ഇഷ്ടണ്ടായിരുന്നില്ല ഇങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോ. സായിന് ഇഷ്ടമല്ലായിരുന്നു, ഞങ്ങക്ക് ഇഷ്ടമല്ലായിരുന്നു ഇങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോ. പക്ഷേ ഇവിടെ സായി പുല്ല്, പണ്ട് എനിക്ക് നല്ല പുല്ല് വിലയായിരുന്നു, ഇപ്പെങ്കിലും ഇത്തിരി വില വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്റെ വിചാരം ലാലേട്ടൻ തന്നെയാണ് നോക്കണേ. ഞാൻ ഡാൻസ് കളിക്കുമ്പോ ലാലേട്ടൻ എന്നെ നോക്കുന്നു. പിന്നെ ലാലേട്ടന് ഇത്രയും ദാരിദ്ര്യമാണല്ലോ നിന്നെ നോക്കിയിരിക്കാൻ. തറയിലൊക്കെ ഇട്ട് വലിക്കലും കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്ക് ചേട്ടൻ ബോണ്ട് കിട്ടി. ആ അത് കുഴപ്പമില്ല നന്ദനെ, ഈ വീക്ക് ആ ബോണ്ടേ കൊണ്ട് വീട്ടിലേക്ക് പോവാ. അന്നപ്പോ എല്ലാവരും അമ്മമാരൊക്കെ ക്യാപ്റ്റൻ കൊള്ളാന്നൊക്കെ പറയുമ്പോ എന്റെ അത് പിന്നെ നന്ദനെ, നീ ക്യാപ്റ്റൻ ആയിരിക്കുമ്പോ ഏതെങ്കിലും വീട്ടുകാർ വന്നിട്ട് നിന്റെ മുഖത്ത് നോക്കിയിട്ട് കൊള്ളില്ലാത്ത ക്യാപ്റ്റനാന്ന് പറയോ? ഇല്ല, എല്ലാവരും നല്ലതാന്ന് പറയുള്ളൂ. അതും വിശ്വസിച്ചിരിക്കുക ഞാൻ സൂപ്പർ ക്യാപ്റ്റനാന്നും പറഞ്ഞുണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും ഉയർന്നു 12-ന്ന് ടിക്കറ്റ് ഫിനാലെ. ഉയർന്നു ഇന്നലത്തെ ടാസ്കിലൂടെ എയർല അങ്ങനെ ഇതുവരെ എത്തി. ഇനി വീട്ടിലേക്ക് എത്താം. എന്നെ ഗ്രാഫിന് പേര് ജേർണി ടു ബിക്കം എ ഹൊക്കാഗെ എന്നായിരിക്കും. അർജുൻ വന്നിട്ട് പറഞ്ഞു എന്റെ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ടു ബിക്കം എ ഹൊക്കാഗോ. ഹൊക്കാഗോ എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് വാക്കാണ് ലാലേട്ടൻ. ലൈഫിൽ ഫോളോ ചെയ്യുന്ന ഒരു പർപ്പസ് ആണ് ആക്ച്വലി. സോ ഫസ്റ്റ് വീക്കിൽ എനിക്കെല്ലാം അറിയാം, ജാപ്പനീസ് അല്ലേ, ഞാൻ അവിടെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലമായി വന്നു, ബട്ട് സ്റ്റിൽ എനിക്ക് ലാൽ സാറിന്റെ അടുത്ത് ഒരു പേഴ്സൺ ജീവിച്ചിരിപ്പുണ്ടെന്ന ഒരു വ്യക്തിത്വം തെളിയിക്കാൻ വേണ്ടി ഞാൻ ബിഗ് ബോസ്. ശ്രീതു അർജുൻ ഉപേക്ഷിച്ചതുപോലെ അർജുൻ ശ്രീതുവിനെ ഉപേക്ഷിച്ചു. ഗ്രാഫിൽ ഒറ്റ സ്ഥലത്ത് ശ്രീതുവിന്റെ പേര് പറഞ്ഞില്ല. ഒരു ഓട്ടം അതൊരിക്കലും തീരത്തില്ല. 100 ദിവസം കഴിഞ്ഞാൽ മൈൽസ് ടു ഗോ. ശ്രീജൻ കോമ്പോ പൊളിഞ്ഞു. ടിക്കായിട്ട് നിങ്ങൾക്ക് തോന്നാം, ടിക്ക് തന്നെയാണ്. അത് കൊള്ളാം, നല്ല പ്രസംഗം സായി. ഈ ബിഗ് ബോസ് ടിക്കാണ് എന്റെ ലൈഫിൽ ഇപ്പോ ഉള്ളത്. നല്ല ടിക്കാ. കഴിഞ്ഞ ഒരാഴ്ച വരെ നല്ല ടിക്കായിരുന്നു, പക്ഷെ ഈ ആഴ്ചത്തോടെ നിന്നെ പറ്റി വലിയ വിലയൊന്നും ഇല്ല. സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ബാഗേജ് ആയിട്ടാണ് ഞാൻ വന്നത്. അത് പറഞ്ഞപ്പോഴാ സായി നന്നായിട്ട് ക്ഷീണിച്ചൂല. എങ്ങനെ ഇരുന്ന ചെക്കനാ. എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്ത് തുടങ്ങി. സോ ആ ബാഗേജ് ഞാൻ അഴിച്ചു വെച്ചു. എന്റെ ഒരു അഭിപ്രായത്തില് നിങ്ങൾ ഡയറ്റും ഡിയറ്റും വർക്കൗട്ടും ജിമ്മിലൊന്നും പോകണ്ട. ഒരു 3 മാസം ബിഗ് ബോസ് ഹൗസിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും തടി കുറയും. ഞാൻ ആ സംശയങ്ങളൊന്നും നിങ്ങൾക്ക് ഇനി ഇരുന്ന് ക്ലിയർ ചെയ്ത് തരുന്നില്ല. ഓക്കെ സായി, നീ പറഞ്ഞതൊക്കെ കൊള്ളാം, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നീ ഒരു നല്ല ബെറ്റർ ഹ്യൂമൻ ആയി, ഇതിന്റെ അഹങ്കാരം കുറഞ്ഞു, അതൊക്കെ ഓക്കെ. പക്ഷെ ഇതൊരു ഷോ അല്ലടേ. നിന്നെ നന്മമരമാക്കാനാണെങ്കിൽ ഞങ്ങൾ എന്തിനാണ് ഇത് കണ്ടോണ്ടിരിക്കുന്നത്? ഒരു വലിയ ക്ലെൻസിങ്, ഒരു ശുദ്ധീകരണമാണ് നടന്നിരിക്കുന്നത്. ബിഗ് ബോസ് ഒരു ശുദ്ധീകരണമാണ്, ഭയങ്കര ശുദ്ധീകരണം. പറഞ്ഞാൽ ഇവിടുന്ന് പുറത്തുള്ള ലോകം കാണാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. സായി പറയണത് പുറത്തിറങ്ങി ആ ലോകം കാണാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പേടിക്കണ്ട, ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച വിടാം. അത് ഞങ്ങൾക്കേ മനസ്സിലാവുള്ളൂ. അങ്ങനെ സായിയുടെ ഗ്രാഫ് വിശദീകരണത്തോട് കൂടി ഏകദേശം ഇന്നത്തെ എപ്പിസോഡിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എവിക്ഷൻ പ്രക്രിയയുടെ ഹൃദയസ്പർശിയായ ഇനി എവിക്ഷൻ ആണെന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. നമുക്ക് എവിക്ഷന്റെ കാര്യങ്ങൾ നോക്കാം. ഓരോരുത്തരായി കുറഞ്ഞു വരാൻ പോവുകയാണ്. അതെ ലാലേട്ടാ. നന്ദന ഇതെങ്ങനെ കറക്റ്റ് പറയണ്. അതെ ലാലേട്ടാന്ന്. അപ്പൊ ഇന്ന് തന്നെ വിടാട്ട നിന്നെ. ആരുടെയോ ഹൃദയത്തിൽ ഇന്നത്തെ എവിക്ഷൻ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഹാർട്ട് കൊടുത്തു, അവരവരുടെ ഫോട്ടോ ഉള്ള ഹാർട്ട്. എന്നിട്ട് ഇതൊക്കെ നെഞ്ചത്ത് ഇങ്ങനെ കുത്താൻ പറഞ്ഞു. ഉള്ളിൽ ആരോ ഇരിപ്പുണ്ട് എന്റെ അടുത്തേക്ക് വരാൻ. അപ്പൊ ഈ ഹാർട്ടിന്റെ ഉള്ളില് ഇവിടെയുള്ള വേറൊരു കണ്ടസ്റ്റന്റിന്റെ ഫോട്ടോ ഉണ്ട്. അപ്പൊ ഓരോരുത്തരായിട്ട് അത് തുറക്കാൻ പറഞ്ഞു. ആർക്ക് ആദ്യം തുറക്കണം? നോറ, എനിക്ക് തുറക്കണില്ല ലേട്ടാ. നോറയുടെ ഹൃദയം തുറന്നപ്പോൾ ശ്രീതു റിസൾട്ട് പെൻഡിങ് എന്ന്. നോറയുടെ മാത്രല്ല, എന്റെ ഹൃദയം തുറന്നാലും ശ്രീതു റിസൾട്ട് പെൻഡിങ്.
ആര് വരണം എന്നാണ് ശ്രീതുവിനെ? ശ്രീതുവിന്റെ ഹൃദയം തുറക്കാൻ പോവാണ്. അപ്പൊ ലാലേട്ടൻ ചോദിച്ചു ആരായിരിക്കും ശ്രീതുവിന്റെ ഹൃദയത്തില്? എന്താ സംശയം? ഞാൻ അവിടെ എനിക്ക് നാണോ ഇങ്ങനെയൊന്നും പറയല്ലേ. ചിലപ്പോ ജാസ്മിൻ ആയിരിക്കും തോന്നുന്നു. ആണോ? Okay. ജാസ്മിനാ? ഓ മൈ ഗോഡ്, അല്ല, ശ്രീതു എങ്ങനെ പ്രഡിക്റ്റ് ചെയ്ത് കറക്റ്റ്? ഓ മൈ ഗോഡ്. ജാസ്മിന്റെ റിസൾട്ട് പെൻഡിങ്. ഇനി നമുക്ക് ജാസ്മിന്റെ ഹൃദയം തുറക്കാം. ജാസ്മിന്റെ ഹൃദയത്തിൽ ആരാന്നറിയോ? നോറ. റിസൾട്ട് പെൻഡിങ് തന്നെ. നോറ റിസൾട്ട് പെൻഡിങ്. റിയൽ ലൈഫിൽ അങ്ങനെ നടന്നില്ലെങ്കിലും ഈ ഹാർട്ട് വഴിയെങ്കിലും അങ്ങനെ നടക്കട്ടെ. അപ്പൊ ഹൃദയം തുറന്നവരൊക്കെ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഇനി ഹൃദയം തുറക്കാത്തവർ നിൽക്കാൻ പറഞ്ഞു. അപ്പൊ അടുത്തതായിട്ട് ഹൃദയം തുറക്കാൻ പോകുന്നത് നമ്മുടെ ഋഷിയാണ്. ഹൃദയം തുറക്കുന്ന ആളാണ് ഋഷി. ലാലേട്ടൻ ചോദിച്ചു മോന്റെ ഹൃദയമൊക്കെ തുറക്കോ നീ? ഋഷി അതെ, ഞങ്ങളോടൊക്കെ തുറക്കോ? ഞങ്ങളുടെ മുമ്പിലൊക്കെ തുറക്കോ? ഋഷി ഇല്ല ലാലേട്ടൻ, ഞാൻ അൻസിബയുടെ അടുത്ത് മാത്രമേ എന്റെ ഹൃദയം തുറക്കാറുള്ളൂ. തുറക്കാം. ഇനിയിപ്പോ തുറന്നല്ലേ പറ്റൂല. ഇനിയിപ്പോ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഞാൻ തുറന്നു കാണിക്കാം. അപ്പൊ ഋഷിയുടെ ഹൃദയം തുറന്നപ്പോ അഭിഷേകിന്റെ ഫോട്ടോ റിസൾട്ട് പെൻഡിങ്. അഭിഷേകിന്റെ ഹൃദയം തുറന്നപ്പോ ഋഷിയുടെ ഫോട്ടോ റിസൾട്ട് പെൻഡിങ്. ഋഷിക്ക് നാണം വന്നാ? ഋഷിക്ക് നാടം വന്നു. പിന്നെ ചെറുതായിട്ട് ഇച്ചിരി വന്നിട്ടുണ്ട്. ഇനി എത്ര പേരുണ്ട്? ഞാൻ തന്നേരി. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു ഇനി ആരുള്ളത്? സായി നന്ദന. നിങ്ങളുടെ കാര്യം ബിഗ് ബോസ് പറയും. കാര്യം ബിഗ് ബോസിന് നിങ്ങളോട് എന്തോ സംസാരിക്കാനുണ്ട്. എന്ത് പറയാനാ, നന്ദന ഔട്ട്, വലിയ കാര്യം. സായും നന്ദനയും ഗാർഡൻ ഏരിയയിലേക്ക് വരിക. അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു രണ്ടുപേരോടും ഗാർഡൻ ഏരിയയിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞു. ഈ അവസരത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സായിനോട് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയടേ. ഐ ആം വെരി ഹാപ്പി. സായി ഞാൻ ഹാപ്പിയാണ് ബിഗ് ബോസ്. അതെ, സത്യൻ തയ്യാറാണ്. പോവാനാണെങ്കിലും പോവും, നിൽക്കാനാണെങ്കിലും നിൽക്കും. എന്നിട്ട് പറഞ്ഞു പ്രേക്ഷകർ പറയണ പോലെ അവര് നിക്കാൻ പറഞ്ഞാൽ നിൽക്കും, പോവാൻ പറഞ്ഞാൽ പോവും. രണ്ടും. അല്ലാതെ നിന്റെ ഇഷ്ടത്തിന് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് പരസ്പരം എന്തെങ്കിലും പറഞ്ഞു തീർക്കാനുണ്ടെങ്കിൽ. എന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ തമ്മിൽ പെങ്ങളുട്ടി അങ്ങളുട്ടി ബന്ധമായിരുന്നല്ലോ, എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തീർക്കടേ. പഠിക്കുന്ന ഉറപ്പാണ്. നന്ദന കപ്പ് നിങ്ങൾ തന്നെ അടിക്കും മനുഷ്യ, നിങ്ങൾ സൂപ്പറാ. സായി ഞാന് പോടി നോണ പറയാതെ. സായിയുടെ ഹൃദയം തുറക്കുമ്പോ എവിക്റ്റഡ് എന്നായിരിക്കും എഴുതി വരാ, പേടിക്കണ്ട. സായി തുറന്നു, എവിക്റ്റഡ്. കണ്ട, ഞാൻ ഔട്ട്, ഞാൻ എവിക്റ്റഡ് ആയി, ഞാൻ രക്ഷപ്പെട്ടു. നന്ദന ഹൃദയം തുറന്ന് സായി നോക്കിയപ്പോ ഇത് ഞാനല്ലേ, റിസൾട്ട് പെൻഡിങ്. അപ്പൊ ഇത് എവിക്റ്റഡ് ആണല്ലോ. അപ്പൊ നീ ഔട്ടാ. യാത്ര പറഞ്ഞ് പ്രധാന വാതിലൂടെ പുറത്തേക്ക് വരും. സായി ശ്വാസം എടുക്കുന്നു. യോഗാസനത്തിൽ പുതിയ ആസനമാണ് സായി. സായി ശ്വാസം നദി എടുക്കണ്ട, നമുക്ക് ഇന്നല്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ പോരാം. നാളെ വിക്ഷൻ ഇല്ലാന്ന് കേട്ടെ. എന്തോ പണപ്പെട്ടിയോ എന്തോ സാധനം വരുന്നുണ്ടല്ലോ, നീ അത് നോട്ടിട്ടുണ്ടെന്ന് കേട്ടു. ഉള്ളതാണോ? 5 ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും പെങ്ങളൂട്ടീനെ രണ്ടാളും കൂടി പെട്ടെന്ന് പുറത്താക്കി തന്നതില് വളരെ സന്തോഷമുണ്ട്. അതിന്റെ സായി പറയാം, നീ പറയണ കേക്ക്. പറ. എന്താവശ്യത്തിനാണെങ്കിലും ഈ ഏട്ടനുണ്ട് കേട്ടല്ലോ. നീ വന്നത് എന്ത് സ്വപ്നം കൊണ്ടാണോ അത് ഏട്ടൻ നിറവേറ്റി തരുമോളെ. വാക്കൊക്കെ കൊടുക്കണത് കൊള്ളാം. സ്നേഹ സമ്മതിക്കോ? കാര്യം പറഞ്ഞു, നിന്റെ ഒരു ആഗ്രഹം എന്തായാലും നടക്കുന്നു. ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അഭിഷേകം വന്നിട്ട് പറഞ്ഞു എല്ലാരും കൂടി നടത്തി തരും. ഓക്കെ, നടക്കട്ടെ, നല്ല കാര്യം. മിൽമയുടെ ഗിഫ്റ്റ് കൊടുക്കാണ് ശ്രീതു. എന്നാ വേണമെങ്കിൽ കൊടുക്ക്. പിന്നെ ഇവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാണ്ടാണ്. എന്റെ അർജുന ഇന്നലെ അവള് വലിച്ചിട്ടതാ. അപ്പൊ ഈ മിൽമയുടെ കവറിന്റെ ഉള്ളിൽ എന്തായിരുന്നു എന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? നന്ദനതേ അതിൽ നിന്ന് ഓരോ ചോക്ലേറ്റ് എടുത്ത് 3 ആങ്ങളമാർക്കും കൊടുത്തു. 3 ബാക്കി കണ്ടസ്റ്റൻസ്. അപ്പൊ നമ്മള് പൊട്ടന്മാരാ. ട്രിപ്പ് തന്നെ കൊണ്ടോയില്ലെങ്കിൽ ഇതൊക്കെ കൊറേ കേട്ടുണ്ട്. പുറത്തേക്ക് വരാൻ സമയമായി. ലാസ്റ്റ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, പുറത്തു വരാൻ ടൈം ആയിട്ടൊന്ന് ഇറങ്ങി പോടേ. ഈ കല്യാണം കഴിപ്പിച്ച് പെങ്ങളെ അളിയന്റെ കൂടെ പറഞ്ഞു വിടുന്ന ആങ്ങളമാരുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അതെനിക്ക് അവിടെ കാണാൻ പറ്റി. എന്റെ മോനെ. ബിഗ് ബോസ് തുറക്ക്. ബിഗ് ബോസ് പ്രേക്ഷകരെ, നിങ്ങൾ എന്ത് നീചന്മാരാണ്. ഈ ആങ്ങളമാരുടെ കണ്ണീരിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും, നിങ്ങൾ ആൻസർ കൊടുക്കേണ്ടി വരും. രണ്ടൊന്നാണല്ലോ, നിങ്ങൾ വില കൊടുക്കേണ്ടി വരും. ഞാൻ ഉറപ്പിച്ചതിന്റെ ഇത് തുറന്നപ്പോ
ഉറപ്പിച്ചതാ? പോണ്ടതായിരുന്നു. ഡബിൾ ഇവിക്ഷൻ ഇല്ലാന്ന് കേട്ടെ, അല്ലെങ്കിൽ നാളെ പോവായിരുന്നു. ഞാൻ വിചാരിച്ചത് ആരും പോകില്ല, നിനക്ക് ടിക്കറ്റ് ഫിനാലെ തരുമെന്ന് ഞാൻ വിചാരിക്കും. പാട്ട് സിജോ ശരിയാ, ഇയാഴ്ച ആരും ഔട്ടാക്കൂല. എല്ലാവരും 10 പേരെ നമുക്ക് ഫൈനലിൽ കയറ്റി വിടാം. നീ എവിടെ നിന്നാ വന്നേ? ഡ്രീം എന്തായാലും നമ്മളെല്ലാവരും ഉള്ളപ്പം. അഭിഷേക്, നമ്മുടെ പെങ്ങളുട്ടിയുടെ ഡ്രീം നടത്തി കൊടുക്കും. അങ്ങനെയല്ല, അത് അവളുടെ തന്നെ നടക്കണ്ടായിരുന്നത്. സിജോ, ഡ്രീം നടത്തി കൊടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വേണം അതിന്. അവളുടെ ആഗ്രഹമല്ലേ, അവള് നേടണമായിരുന്നു അത്. അതാ എന്ത് ചെയ്യാനാടാ, നമുക്കിപ്പം ജനവിധി ഇങ്ങനെയാണ്. ഓ, അവള് വഴി തന്നെ നടക്കണം. സിജോ മുത്തേ, എന്നൊരു കാര്യം ചെയ്യാം, 50 ലക്ഷം നമുക്ക് നന്ദുട്ടിക്ക് കൊടുക്കാം. ഈ മണ്ടന്മാര് ഇന്നലെ ഒരു ടാസ്കില് ഒരു 3 പോയിന്റ് ആ പെണ്ണിന് കൊടുക്കാത്തവന്മാരാ ഇരുന്ന് ഡയലോഗ് അടിക്കുന്നു. 50 ലക്ഷം. എന്ത് പറ്റി? അലട്ടൻ ചോദിക്കുന്നു എന്ത് പറ്റി നന്ദന? ഞാൻ നോർമൽ ഒരു ഇതിന് വന്നതാണ്, ബാക്കിയുള്ളവരൊക്കെ കുറച്ചും കൂടി. ഓ, നീ നോർമൽ ആളായി വന്നത് കൊണ്ടാണ് നീ ഔട്ടായെന്ന്. അല്ലാണ്ട് നിന്റെ കയ്യിലിരിപ്പിന്റെ അല്ല. സെലിബ്രിറ്റി ആയിട്ടല്ലേ നന്ദന തിരിച്ചു പോകുന്നത്? അതെ. ലാലേട്ടൻ തന്നെ പറഞ്ഞു, എന്റെ പൊന്നുമാളെ എങ്ങനെയൊന്നും പറയല്ലേ. അപ്പോ ടിക്കറ്റ് ഫിനാലയുടെ ടാസ്കിന്റെ കുറച്ച് അനാലിസിസും ഇവരുടെ ജേർണിയുടെ ഗ്രാഫിന്റെ ഫുൾ അനാലിസിസും എവിക്ഷനുമായിട്ടുള്ള ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു. അടുത്തൊരു എപ്പിസോഡുമായിട്ട് 85ന്റെ റിയാക്ഷനുമായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ ബൈ. നാളെ എവിക്ഷൻ ഇല്ലാന്നാണ് യൂട്യൂബിലെ ചില പ്രമുഖരായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ആഴ്ച പണപ്പെട്ടി വരുന്നു, സായി അതെടുത്ത് പെങ്ങളൂട്ടിക്ക് കൊടുക്കുന്നു എന്നൊക്കെ കേൾക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ശുഭരാത്രി, ഗുഡ് നൈറ്റ്.